ഓക്കെ, അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് മോഡൽ സെലക്ഷൻ ആൻഡ് ജനറലൈസേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് മോഡൽ സെലക്ഷൻ എന്ന ടോപ്പിക്കാണ്, പിന്നെ ജനറലൈസേഷൻ. ഇതെന്ന് പറയുന്നത് ഈ മോഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ മോഡൽ സെലക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സെക്ഷൻ ആണ് ഈ മോഡൽ സെലക്ഷനും ജനറലൈസേഷനും. ഓക്കെ, ഇതിന്റെ അകത്ത് കുറച്ച് ഡിഫറെന്റ് പ്രോബ്ലംസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇൽപോസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് വി ആർ കൺസിഡറിങ് എ ബൂളിയൻ ഫംഗ്ഷൻ. സോ ഓൾ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് എ ബൂളിയൻ ഫംഗ്ഷൻ വിൽ ബി ബൈനറി ടേംസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ബൈനറി ടേംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡി എന്ന് പറയുന്ന ഒരു ബൈനറി വേരിയബിൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം പോസിബിൾ വേയിലായിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനെയാണ് 2d. ഇത് ഓൾറെഡി നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. 2n എന്ന് പറഞ്ഞിട്ട് 2n എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. ഓക്കെ, അപ്പോ അതുപോലെ ഡി ഇൻപുട്ട് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ 2d എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എടുക്കുമ്പോൾ 2d ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് ഹൈപ്പോത്തസിന്റെ പ്രഡിക്ഷൻ ആണ് അല്ലെ. ചില ഹൈപ്പോത്തസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, ചിലതിനെന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല ഹൈപ്പോത്തസിസ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മളൊരു സർട്ടൻ ലെവൽ ഓഫ് ഹൈപ്പോത്തസിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, പക്ഷെ അപ്പൊ നമുക്ക് ആ ഹൈപ്പോത്തസിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഡേറ്റയ്ക്ക് അത് സ്യൂട്ടായി എന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ഹൈപ്പോത്തസിസ് ആണെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതിന്റെ അത് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇൽപോസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഇപ്പം ചിലപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റ സഫീഷ്യന്റ് ആയി വരത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസിനെയാണ് നമ്മൾ ഇൽപോസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തസിസ് പറഞ്ഞത് അതുകൊണ്ടാണ്. ചില കേസിൽ ഹൈപ്പോത്തസിസ് സ്യൂട്ട് ആവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിമൂവ് ചെയ്ത് വേറൊരാളെ റീപ്ലേസ് ചെയ്യും. അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇരിക്കും, നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു സബ്ജക്ട് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സംഗീതം എന്ത് ചെയ്യും, അയാളെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ്, അതുപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് അതാണ് ഇൽപോസ്ഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ഒരു ഡേറ്റ ചിലപ്പോൾ സഫീഷ്യന്റ് ആയി എന്ന് വരത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു യൂണീക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരു ഡേറ്റ സഫീഷ്യന്റ് ആയി വന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വേറൊരാളെ കൊണ്ട് റീപ്ലേസ് ചെയ്യിക്കുക. ഓക്കെ, പക്ഷെ ഇൽപോസ്ഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദ ഡേറ്റ ഇറ്റ്സെൽഫ് ഇസ് നോട്ട് സഫീഷ്യന്റ് ടു ഫൈൻഡ് എ യൂണീക് സൊല്യൂഷൻ. ഡേറ്റ തന്നെ മതിയാകത്തില്ല, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഡേറ്റ തന്നെ മതിയാകണം എന്നില്ല. ഓക്കെ, ഇനി ഈ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷന്റെ കേസിലാണ് ഈ പ്രോബ്ലം കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ബയാസ് ആണ്. ഇൻഡക്റ്റീവ് ബയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡേറ്റ ഇനഫ് ആയിരിക്കുന്നില്ല, ഡേറ്റ ഇനഫ് ആയിരിക്കണമെന്നില്ല, അതായത് ഡേറ്റ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് അസംഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കും, നമ്മളോട് പറയാണ് നിങ്ങളോട് പോയി ഒരു 10 പേരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 100-200 പേരുടെ അടുത്ത് ചോദിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇപ്പൊ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നിങ്ങളടുത്തൊരു സർവേ എടുക്കാൻ വേണ്ടി പറയുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, യു പീപ്പിൾ ഗോ ടു ഡിഫറെന്റ് ഹൗസസ് ആൻഡ് ഇൻ സെർച്ച് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ ദാറ്റ് വെദർ ദ പീപ്പിൾ ഹാവ് ക്യാൻസർ ഡിസീസ് ഓർ നോട്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു 10 പേരൊക്കെ കയറുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മടിക്കും. അപ്പൊ നമ്മൾ എന്നിട്ട് വിചാരിക്കുക ഇപ്പൊ തന്നെ 100 പേരായി, അപ്പൊ ഇത്രയും പേർക്ക് ക്യാൻസർ കുറച്ച് പേർക്ക് ഉണ്ട്, കുറച്ച് പേർക്കില്ല. അപ്പൊ അവര് സിംറ്റമും നമുക്ക് തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ കുറച്ച് അസംഷൻസും കൂടെ ഇടും അല്ലെ. ഇന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന ടൈപ്പ് ഓഫ് സിംറ്റംസ് ഇഫ് ഹി ഓർ ഷീ ഹാസ്, ദെൻ ഹി വിൽ ഹാവ് എ ക്യാൻസർ. If he or she doesn't have this type of symptoms, then he or she will not have a cancer. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇൻഡക്റ്റീവ് ബയാസിന്റെ കേസിൽ. ഇപ്പൊ നമ്മൾ കുറച്ച് അസംഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ലേണിംഗ് പോസിബിൾ ആകുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഇൻഡക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് ബയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മളൊരു ഹൈപ്പോത്തസിസിനെ അസ്യൂം ചെയ്യുമ്പോഴാണ് ഇൻഡക്റ്റീവ് ബയാസ്. അതായത് നമ്മൾ ഹൈപ്പോത്തസിസ് വരയ്ക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തല്ലേ വരയ്ക്കുന്നത്, അതായത് ഇതിവിടെ ഹൈപ്പോത്തസിസ് സ്യൂട്ട് ആയിരിക്കാം എന്ന്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ഒരു ഇത് പഠിച്ചില്ലേ, ഫാമിലി കാറാണ് നോൺ ഫാമിലി കാറാണ്. അപ്പോൾ അതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാവേ, അതെവിടെയാന്ന്. നിങ്ങൾ നേരത്തെ ഇത് പഠിച്ചായിരുന്നു, ഒരു ഫാമിലി കാറാണോ നോൺ ഫാമിലി കാറാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു, നമ്മൾ ആദ്യം ഇവിടുത്തെ റെക്ടാങ്കിളിനെ നമ്മൾ അസ്യൂം ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇൻഡക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത് ഈ റെക്ടാങ്കിൾ ആണ് ഇവിടുത്തെ ഇൻഡക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദാറ്റ് ഇസ് അസംഷൻ ദാറ്റ് വി ഹാവ് മേക്കിംഗ് അല്ലെ. നമ്മൾ മേക്ക് ചെയ്യുന്ന അസംഷൻസിനെയാണ് ഇൻഡക്റ്റീവ് ബയാസ് എന്ന് പറയുന്നത്. സോ
ഓക്കെ, അത് തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇൻ ലേണിംഗ് ദാറ്റ് ഇസ് വി കൺസിഡർ ദ പ്രോബ്ലം ഫാമിലി കാർ ആൻഡ് നോൺ ഫാമിലി കാർ. At first we predicted a rectangle hypothesis. So assuming the shape of a rectangle is an inductive bias. Okay. അപ്പൊ ലേണിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ വിത്തൗട്ട് എൻ ഇൻഡക്റ്റീവ് ബയസ്. ഒരു ഇൻഡക്റ്റീവ് ബയസ് ഇല്ലാതെ നമുക്ക് ലേണിംഗ് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് മോഡൽ സെലക്ഷൻ. മോഡൽ സെലക്ഷൻ ഇസ് ബേസിക്കലി ചൂസിങ് ദ റൈറ്റ് ഇൻഡക്റ്റീവ് ബയസ്. കറക്റ്റ് ഇൻഡക്റ്റീവ് ബയസ് ചൂസ് ചെയ്യുക, അതിനെയാണ് മോഡൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മോഡൽ സെലക്ഷൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഇൽപോസ്ഡ് പ്രോബ്ലവും ഇൻഡക്റ്റീവ് ബയാസും. ഇൽപോസ്ഡ് പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആ ഡേറ്റയിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇസ് കോൾഡ് ആസ് that type of problem is called as ill-posed problem. And the next one is inductive bias. Inductive bias is we are making certain assumptions for a learning problem, and that is called as inductive bias. Learning is not possible without an inductive bias. And then we can state the model selection. What do you mean by a model selection? A model selection is about choosing the inductive bias. So you should explain there what do you mean by an inductive bias. So inductive bias is a set of assumptions we make when we are learning a problem, and it is called as an inductive bias. Inductive bias is introduced when we assume a hypothesis class. This much definition you should include in the model selection part. Okay, next we are moving on to generalization. ജനറലി നമുക്ക് ഒരു മോഡൽ നമ്മൾ നന്നായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോൾ ന്യൂ ഇൻസ്റ്റൻസും പുതിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. എത്രമാത്രം നന്നായിട്ടാണോ നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്ത് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്, ആ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് നല്ലൊരു ഡേറ്റ, അതായത് നന്നായിട്ട് നമുക്ക് എറർ ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ഡേറ്റ പ്രഡിക്ട് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്നത് ജനറലൈസ് ചെയ്തെടുക്കുക എന്നാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മളോട് ചിലരോട് പറയത്തില്ലേ ജനറലൈസ് ദിസ് ടോപ്പിക് എന്ന് പറയത്തില്ലേ. അപ്പൊ എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഷുഡ് ഗെറ്റ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഫ്രം ഡിഫറെന്റ് പീപ്പിൾ, ആൻഡ് ദെൻ വി ഷുഡ് മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഷുഡ് പ്രസന്റ്. അതിനെയാണ് നമ്മൾ ജനറലൈസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ജനറലൈസേഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു എത്രമാത്രം നന്നായിട്ടായിരിക്കും ആ ട്രെയിനിങ് സെറ്റ് ട്രെയിൻ ചെയ്യുന്നത്, അവിടെ നമുക്ക് പുതിയ കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് പ്രോബ്ലം ആണ്. ഒന്ന് അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും. ഓക്കെ, അപ്പൊ അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പക്ക എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇതാണ് അണ്ടർ ഫിറ്റിംഗ്. അതായത് കുറെ എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഈ അണ്ടർ ഫിറ്റിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത് ചില ഡേറ്റയിലൂടെ പാസ് ചെയ്യും, ചില ഡേറ്റയിലൂടെ പാസ് ചെയ്യത്തില്ല. അതാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ക്ലിയർ ആവാനാണ് ഇപ്പുറത്തെ സൈഡിൽ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുള്ളത്. അതായത് പോസിറ്റീവ് പാർട്ടും ഉണ്ട്, നെഗറ്റീവ് പാർട്ടും ഉണ്ട്. ഈ നെഗറ്റീവ് പാർട്ടിനെയാണ് ഹോളോ ആയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പൊ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ട്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ആണ് കാണിച്ചേക്കുന്നത്. അപ്പൊ ഞാനൊരു ഹൈപ്പോത്തിസിസ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കറക്റ്റ് എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം വി ഹാവ് ആംപിൾ ഓഫ് ഡേറ്റ. നമുക്ക് ഇഷ്ടംപോലെ ഡേറ്റ ഉണ്ട്, പക്ഷെ നമുക്ക് കറക്റ്റ് റിലേഷൻഷിപ്പ് വി കനോട്ട് സ്പെസിഫൈ ഇറ്റ്. അതിനെയാണ് നമ്മൾ അണ്ടർ ഫിറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് എ മെഷീൻ ലേണിംഗ് മോഡൽ that is not complex enough to accurately capture relationship between our data features and our target variable. നമ്മുടെ ഡേറ്റ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെദർ ദിസ് ബിലോങ് ടു ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂ. അപ്പൊ നമുക്ക് കറക്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഇതെന്ന് പറയുന്നത് ചില ഡേറ്റയിലൂടെ പാസ് ചെയ്യും, പക്ഷെ ചില ഡേറ്റയിലൂടെ പാസ് ചെയ്യത്തില്ല. ആ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് അണ്ടർ ഫിറ്റിംഗ്. അതുകൊണ്ടാണ് അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ പാസ് ത്രൂ സർട്ടൺ ടൈപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഇറ്റ് വിൽ നോട്ട് പാസ് ത്രൂ സർട്ടൺ ടൈപ്പ് ഓഫ് ഡേറ്റ. അതിനെയാണ് നമ്മൾ അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. മറന്നു പോയത്. ഇറ്റ് ഇസ് ടു ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണിത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ഫിറ്റിംഗ്. ഓവർ ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡേറ്റ ഉണ്ടോ അതിലൂടെ എല്ലാം നമുക്ക് പാസ് ചെയ്യിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ഡേറ്റ. അതിനെയാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കണ്ടോ. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് കൺസിഡറിംഗ് ദ ഹൈപ്പോത്തിസിസ്. അത് ഇന്ന സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കണം എന്ന് ഹൈപ്പോത്തിസിസ് ഇല്ല. അതായത് കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ കോംപ്ലക്സ് സ്ട്രക്ചർ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് കോംപ്ലക്സ് സ്ട്രക്ചർ വെച്ച് പോകുന്നതിനാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കറസ്പോണ്ടിങ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റയ്ക്ക് പക്കയായിട്ട് കൊടുക്കുക. അതിനെയാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. ഇസ് എ പ്രൊഡക്ഷൻ ഓഫ് എൻ അനാലിസിസ് വിച്ച് കറസ്പോണ്ട്സ് ടു ക്ലോസ്ലി ഓർ എക്സാക്ട്ലി എ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റ. കറക്റ്റ്
കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടും. ഇത് രണ്ടും എന്തിന്റെ പ്രോബ്ലമാണ്? ജനറലൈസേഷന്റെ പ്രോബ്ലമാണ്, അണ്ടർ ഫിറ്റിങ്ങും ഓവർ ഫിറ്റിങ്ങും. നമുക്കൊരു ഡേറ്റ അണ്ടർ ഫിറ്റഡോ അല്ല ഓവർ ഫിറ്റഡോ അല്ല കറക്റ്റ് ഫിറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലമാണ്. ഇനി നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് ക്രോസ് വാലിഡേഷൻ ആണ്. ദിസ് ഇസ് ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടന്റ്. നമുക്ക് ജനറലൈസേഷനിൽ നമുക്ക് പറഞ്ഞു നമുക്കൊരു ഡേറ്റിനെ എബിലിറ്റി ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ നമുക്ക് ട്രെയിനിങ് ഡേറ്റ കിട്ടുമ്പോഴത്തേക്കും ട്രെയിനിങ് ഡേറ്റ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്, അതായത് നമുക്ക് ഹൈപ്പോത്തസിസ് കണ്ടുപിടിക്കാനുള്ളത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ വാലിഡേഷൻ ആണ്, അതായത് അതിന്റെ ജനറലൈസേഷൻ കാണിക്കാനാണ് നമ്മൾ ഈ വാലിഡേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വാലിഡേഷൻ സെറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഈ വാലിഡേഷൻ സെറ്റിൽ നിന്ന് നമുക്ക് അതായത് അതായത് നമുക്കിപ്പോ ലാർജ് ഡേറ്റ തരികയാണെങ്കിൽ അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? വാലിഡേഷൻ സെറ്റിൽ നിന്ന് നമുക്ക് നല്ല ബെസ്റ്റ് ഹൈപ്പോത്തസിസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാലിഡേഷൻ സെറ്റിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഹൈപ്പോത്തസിസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതായത് മോർ ആക്യുറേറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പ്രോസസ്സിനെയാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്രോസ് വാലിഡേഷൻ ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സുകൾ എല്ലാം എഴുതണം, എങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. കാരണം ട്രെയിനിങ് ഡേറ്റ ഇസ് ഡിവൈഡഡ് ടു പാർട്ട് എന്ന് എഴുതണം. ഫസ്റ്റ് പാർട്ട് ഇസ് എ ട്രെയിനിങ്, ദാറ്റ് ഇസ് ജനറലി ടു ഫൈൻഡ് ഹൈപ്പോത്തസിസ്, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് എ വാലിഡേഷൻ സെറ്റ്, ദാറ്റ് ഇസ് എ ജനറലൈസേഷൻ എബിലിറ്റി. സോ വാട്ട് ഡു യു മീൻ ബൈ എ cross validation? It is assuming first we should consider a large data, then we know that the hypothesis that is most accurate on this set will be the best. So and this process is termed as cross validation. Okay.